ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കുട്ടികളിലുണ്ടാകുന്ന പല്ല് വേദന ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പല്ല് കേടാവുക, വേദന ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 2-2.5 വയസ്സാകുമ്പോഴത്തേന് കുട്ടികൾക്ക് ഏകദേശം പല്ലുകളൊക്കെ വരും. ആ സമയം തന്നെ നമ്മൾ അവരെ പല്ല് തേക്കാൻ ശീലിപ്പിക്കുക. അത് രാവിലെ തേക്കുന്നതിലും കൂടുതലായിട്ട് നമ്മൾ രാത്രിയാണ്. ഒഴിവാക്കാൻ പറ്റാതെ കുട്ടികളാകുമ്പോൾ മടിയും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പം നമ്മൾ ഒരു എക്സ്ക്യൂസും കൊടുക്കരുത്. രാത്രി എങ്ങനെയെങ്കിലും കുട്ടികളെ കൊണ്ട് പല്ല് തേപ്പിക്കണം. പിന്നെ ഒരു മാസമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിയാൽ മതിയാവും. പിന്നെ അവരിങ്ങോട്ട് പല്ല് തേക്കാൻ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞ് കിടക്കാൻ സമയത്ത് അവരിങ്ങോട്ട് നമ്മളോട് ആവശ്യപ്പെടാൻ തുടങ്ങും പല്ല് തേക്കണം എന്നുള്ളത്. എൻ്റെ മൂത്ത 2 മക്കളും ഇതുപോലെ പല്ല് വേദന ഉള്ള മക്കളായിരുന്നു. അതിൽ മൂത്ത മോൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ റൂട്ട് കനാലും കുറേ പല്ലിൻ്റെ പൊത്തടച്ച് പിന്നെ കുട്ടികൾക്കുള്ള റൂട്ട് കനാൽ ചെയ്ത് ഇതൊന്നും ചെയ്തിട്ട് ഒരു ഫലവും ഇല്ല കേട്ടോ. ചെയ്യുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകും. പിന്നെ അത് ഒന്നുകിൽ പൊട്ടിപ്പോകും, ഇല്ലെങ്കിൽ അത് അടർന്നു പോകും. അങ്ങനെ ഒന്നുകിൽ പല്ല് പൊട്ടിപ്പോകും, ഇല്ലെങ്കിൽ അത് അതിനകത്ത് നിന്ന് ഇളകിപ്പോകും. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും കൊണ്ട് ഞാൻ 2, 3, 4 തവണ അടച്ച പല്ലുകളുണ്ട്. പിന്നെ പല്ല് ദ്രവിച്ച് അങ്ങനെ പോകും. പിന്നെ ഞാൻ ഇതുകൊണ്ട് കാര്യമില്ല, വെറുതെ കൊണ്ടുപോയി പൈസയും കൊടുത്ത് പല്ലിന് പൊത്ത് അടക്കുകയും റൂട്ട് കനാൽ ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ നമുക്ക് അതിലേറെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല്ല് തേക്കുമ്പോൾ പേസ്റ്റിൻ്റെ കൂടെ പൽപ്പൊടിയും കൂടെ ചേർക്കുക. ഞാൻ എൻ്റെ മക്കൾക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് ഞാനിവിടെ പറയുന്നത്. എൻ്റെ മക്കളിൽ മാത്രമല്ല ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതായത് പേസ്റ്റിൻ്റെ കൂടെ ഇച്ചിരി പൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് പല്ല് തേക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം വേദന കുറക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അനുഭവം. കാരണം എൻ്റെ മക്കൾ പല്ലുവേദന ഉള്ള മക്കളായിരുന്നു. ഇപ്പം അവരിൽ ചെറുപ്പം മുതലേ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സ്വഭാവമാണ് രാത്രി പല്ല് തേക്കുക എന്നുള്ളത്. രാവിലെ ഞാൻ അങ്ങനെ നിർബന്ധിക്കാറില്ല, അവർക്ക് വേണമെങ്കിൽ തേക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വിട്ട് കളയാറാണ്. പക്ഷേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ തേപ്പിക്കാറുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഉറക്കം വന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി രാത്രി വൈകിട്ടാണ് വരുന്നതെങ്കിൽ കയറി കിടന്നോ എന്ന് പറഞ്ഞാൽ അവർ കിടക്കില്ല. പല്ല് തേച്ച് ബാത്റൂമിൽ പോയി പല്ല് തേച്ചെല്ലാം കഴിഞ്ഞിട്ട് അവർ കിടക്കുകയുള്ളൂ. അപ്പം ഞാനത് ചെറുപ്പം മുതലേ ഉണ്ടാക്കിയെടുത്തൊരു ശീലമായതിൻ്റെ പേരിലാണ് അവരിങ്ങോട്ട് ആവശ്യപ്പെടുക. ഏത് ഉറക്കപ്പിച്ചിലാണെങ്കിലും എൻ്റെ മക്കൾ പല്ല് തേക്കാതെ രാത്രി കിടക്കാറില്ല. അപ്പോൾ പല്ല് തേക്കൽ മക്കളിൽ ചെറുപ്പം മുതലേ ഒരു ശീലമാക്കി നമ്മൾ വളർത്തിയെടുത്താൽ പിന്നെ അവർ തന്നെ അത് ചെയ്തോളും. അവർക്കത് ബാക്കിയുള്ളത് ചെയ്യുമ്പോൾ അത് ശീലമായി വരും. അപ്പം നമ്മൾ പല്ല് തേക്കുമ്പോൾ പൽപ്പൊടി ഇടുമ്പോൾ കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ചെറുപ്പം മുതലേ പേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. പക്ഷേ അതവർക്ക് കഴിക്കാൻ പാടില്ല, അവർ വായിലേക്ക് ഇറക്കൂല എന്നുള്ള ഒരു ഉറപ്പിൻ്റെ മുകളിൽ വേണം നമ്മൾ ചെയ്യാൻ. കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു ഏജ് വരുമല്ലോ. അതായത് ഒരു 4 വയസ്സൊക്കെ വരുമ്പോൾ അതിന് ശേഷം ഒക്കെ വേണം ഈ പേസ്റ്റും പൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേക്കാനും. മറ്റത് നമ്മൾ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് ഒരുക്കാനും അതിനും ഇതിനുമൊക്കെ പറ്റുള്ളൂ. കാരണം ഈ സംഭവം 2-2.5 വയസ്സാകുമ്പോൾ പല്ല് ഫുള്ള് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ച് പിന്നെ പേസ്റ്റൊക്കെ ഇട്ട് ബ്രഷൊക്കെ ഇട്ട് വരുത്തിയാൽ ചിലപ്പം കുട്ടികൾ ആ പേസ്റ്റ് ഇറക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, ചില കുട്ടികൾക്ക്. ഇപ്പം എൻ്റെ മക്കളൊക്കെ ആണെങ്കിലും ചെറുതായിരുന്നു പേസ്റ്റ് ഇതാക്കി കൊടുത്താൽ അവർ അത് ഇറക്കും. പക്ഷെ ഞാൻ പേസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ ബ്രഷും കൊണ്ട് ഉരക്കാറായിരുന്നു. പിന്നെ ഒരു 2-3 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു നുള്ളി പേസ്റ്റ് മെല്ലെ തേച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുക്കും. പിന്നെ സാവധാനം ഇങ്ങനെ പൽപ്പൊടി ഇടാൻ തുടങ്ങി. വേദനൻ്റെ പ്രശ്നം വന്നതിന് ശേഷം പൽപ്പൊടി ഇട്ട് തേക്കാൻ തുടങ്ങി. ഇപ്പോൾ പല്ല് വേദന എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ആ വേദനയുള്ള പല്ല് പോയി നല്ലോണം ഒന്ന് ഉരച്ച് വൃത്തിയാക്കാൻ പറയും. ആ ഉരച്ച് വൃത്തിയാക്കിയിട്ടും വേദന മാറിയിട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അതും കൊണ്ട് ഉരതി കൊടുക്കും. പിന്നെ എരിവൊക്കെ സഹിക്കുന്നവരാണെങ്കിൽ, അതായത് എരിവൊന്നും പ്രശ്നമല്ലാത്തവരാണെങ്കിൽ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് നമുക്ക് ആ വേദനയുള്ള പല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി, ചിലർക്ക് വേദന ഉണ്ടായി ആ പല്ലുമ്പോൾ തൊടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ വലിയവർക്കുള്ള പല്ല് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പല്ലിൻ്റെ അയൽവക്കത്ത് വരെ അടുത്ത് വരെ പോകാൻ പറ്റില്ല, അത്ര വേദനയായിരിക്കും. അപ്പം അങ്ങനെ ചെറിയ വേദനയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ, പുളിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അന്ന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്. ഏത് വേസ്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ കൂടെ ഇച്ചിരി പൽപ്പൊടിയും കൂടെ ഇട്ടിട്ട് അങ്ങനെ തേക്കുകയാണെങ്കിൽ
ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എനിക്ക് അനുഭവം ഉള്ളിടത്തോളം ഈ പല്ലുവേദന കുട്ടികളിൽ പ്രത്യേകിച്ച് വേദന അങ്ങനെ ഉണ്ടാവില്ല, കുറഞ്ഞു വരും. പിന്നെ ഈ വേദന ഉണ്ടാവും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീരിറക്കം എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾ കൂടുതൽ വെയിൽ കൊണ്ട് തല വിയർത്ത് കുളിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പം പല്ലുവേദന ഉണ്ടാവും. ആ വേദന എന്ന് പറയുന്നത് ഈ വേദനയും രണ്ടും രണ്ട് വേദനയാണ്. അത് നമ്മൾ ചിലപ്പോൾ നീർക്കെട്ടൊക്കെ വരും, മോണയിലും കാര്യങ്ങളൊക്കെ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം മഞ്ഞൾ ഒക്കെ ഇട്ട് നല്ലോണം വായ കുപ്പിളിച്ച് വൃത്തിയാക്കുക, അതുപോലെ നല്ലോണം തേക്കുക. ഇതൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങൾ. അപ്പോൾ ഇത്രയും ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോസ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അറിയുന്നവരുണ്ടാകും, അറിയാത്തവർക്കായി ഒരു പുതിയ അറിവാവട്ടെ. അപ്പോൾ ഇനി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.